ശബരിമല മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തി അല്പസമയത്തിനകം തന്നെ ദീപാരാധന നടക്കും. സർവാഭരണ വിഭൂഷിതനായി അയ്യനെ കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് കാത്തു നിൽക്കുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ശ്യാം സുന്ദറും കണ്ണൻ നായരുമുണ്ട്. ആദ്യം കണ്ണനിലേക്കാണ്. കണ്ണൻ, അവിടെ തങ്കയങ്കി ഘോഷയാത്ര അവിടെ എത്തി. ഇനിയിപ്പോൾ ദീപാരാധനയ്ക്കായുള്ള കാത്തിരിപ്പാണ്. കുറെ നാളുകളായി വ്രതമെടുത്ത് നോയമ്പ് നോറ്റി കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഒരു ലക്ഷത്തോളം ഭക്തർ ഇത്തവണയും സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ദീപാരാധന തുടങ്ങാനായോ? എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ? ദീപാരാധന അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഓരോ ഭക്തരും കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാനുള്ളത്. ഓരോ ഭക്തരും അവർക്കെല്ലാവരുടെയും ചുണ്ടുകളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണ മന്ത്രം മാത്രം മുഴങ്ങുന്നു. ഈശ്വരനും ഭക്തനും ഒന്നാണ് എന്ന സങ്കല്പത്തിൽ കാടിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു മണ്ഡല മകരവിളക്കിൽ എത്തുന്നു എങ്കിൽ അത് ഈ ക്ഷേത്രത്തോടുള്ള വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ബാക്കിപത്രമാണ് എന്ന് പറയാം. അതിന്റെ ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം മകരവിളക്ക് പോലെ മണ്ഡലപൂജ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം, അതായത് അയ്യപ്പനെ തങ്കയങ്കി സർവാഭരണഭൂഷിതരായി അയ്യപ്പനെ കാണാൻ സാധിക്കുന്ന ഒരു അങ്ങനെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം. അതിനുവേണ്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് 41 ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് ഈ ഭക്തന്മാരെല്ലാം സന്നിധാനത്തേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തമിഴ്നാട്ടിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും ഒക്കെ തന്നെ എത്തുന്ന ഭക്തർ കൃത്യമായി 41 ദിവസം വ്രതമെടുത്ത് ആ മണ്ഡല പൂജ നടക്കുന്ന ദിവസം സന്നിധാനത്തേക്ക് എത്തുന്ന ഒട്ടേറെ ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സന്നിധാനത്തേക്ക് അഭൂതപൂർവമായ ഭക്തരുടെ തിരക്ക് കാണുവാൻ സാധിച്ചത്. ചില ആൾക്കാർക്ക് നേരത്തെ ഉള്ള അനുഭവം വെച്ച് പല ആൾക്കാരും നേരത്തെ തന്നെ വന്ന് ഈ കാടിന്റെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നൽകുന്ന റൂമുകളിലൊക്കെ തന്നെ ഇരുന്ന് ആ മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ചാർത്തുന്ന ആ ദിവസത്തെ ദീപാരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒട്ടേറെ ആൾക്കാർ, കൂടുതലും ഇതിന്റെ സംസ്ഥാനത്തു നിന്നുള്ളവരാണ്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്. പക്ഷെ അതിൽ പല ആൾക്കാർക്കും ഇത്തവണത്തെ തിരക്ക് വലിയ തിരക്കായതിനാൽ പല ആൾക്കാർക്കും സന്നിധാനത്തേക്ക് ഇപ്പോഴും എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും തങ്കയങ്കി ഘോഷയാത്ര കടന്നു വന്ന വഴികളിൽ പല സ്ഥലങ്ങളിലും ഭക്തന്മാരെ നിയന്ത്രിച്ചിട്ടുണ്ട്. കാര്യം അത്രത്തോളം ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഭക്തരുടെ തിരക്ക് അല്ലെങ്കിൽ അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു എണ്ണമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭക്തന്മാർ എത്തിയതോടുകൂടിയാണ് പല സ്ഥലങ്ങളിലും അവരെ നിയന്ത്രിക്കേണ്ടി വന്നത്. എന്ന് തന്നെയായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ അവരെ എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് തങ്കയങ്കി ചാർത്തി നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിൽ ദർശനം നടത്തി. അതൊരു പുണ്യമാണ് എന്നാണ് പല വിശ്വാസികളും പറയുന്നത്. പലരോടും ഗുരുസ്വാമിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 41 ദിവസത്തെ വ്രതമെടുത്ത ശേഷം അയ്യപ്പനെ മണ്ഡലപൂജയുടെ അന്ന് കാണുക, അല്ലെങ്കിൽ അതിനുശേഷമുള്ള മകരവിളക്ക് ദിവസം അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലെ ഒരു വർഷം തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല